ദൈവം അർജന്റീനക്കായി 1986 ആ മഹനീയ വർഷത്തിൽ ആദ്യ ലോകകപ്പ് ഉയർത്തിയപ്പോൾ അതേ വർഷത്തിന്റെ കാലയളവിൽ പിറന്നു വീണ ഒരു മാണിക്യമാണ് ലയണൽ ആന്ദ്രാസ് മെസ്സി. അയാളുടെ കളിജീവിതം ഒരു സിനിമക്കഥ പോലെ നീളുന്നു. പൊരുതിത്തോറ്റ കഥനിമിഷങ്ങളും വിജയസ്മിതം ചുണ്ടിൽ വിരിയിച്ച കഥയും വിധിയോട് മല്ലിട്ട നിർണായക കാലങ്ങളും കഥകളായി ഇണപിരിഞ്ഞു കിടക്കുന്നു. ആഘോഷിക്കാനും അതിലേറെ സങ്കടപ്പെടാനുമുള്ള കംപ്ലീറ്റ് ലൈഫ് സ്റ്റോറി മെസ്സിയുടെ ജീവിതം ലോകത്തിനുമേൽ വരച്ചിട്ടു. കാറ്റു നിറച്ച പന്തിനെ പ്രണയിച്ചവന്റെ ജീവിതഗാഥയിലെ നായകനാണ് മെസ്സി. കാന്തത്തിലേക്ക് ആകർഷിക്കപ്പെട്ട ഇരുമ്പ് തരികൾ പോലെ ഗോളുകൾ അയാൾ വാരിക്കൂട്ടി. കാലവും ചരിത്രവും മെസ്സിക്ക് പിന്നാലെ നിരനിരയായി പോരുകയായിരുന്നു. അർജന്റീനയിൽ അയാളുടെ വരവ് ജീവശ്വാസമായി മാറി. ചില കാലയളവുകളിൽ അർജന്റീന ദുർബലമായി കളിക്കളത്തിൽ എരിഞ്ഞു തീരുന്നതായി തോന്നിച്ചിരുന്നുവെങ്കിൽ അയാളുടെ കാൽചലനങ്ങൾ അർജന്റീനയുടെ മണ്ണിന് യുവത്വത്തിന്റെ വേരുകൾ നൽകി. മറഡോണയുടെ പിൻഗാമിയെന്ന് അയാളെ അർജന്റീന വാഴ്ത്തിപ്പാടുമ്പോഴും യൂത്ത് കപ്പും ഒളിമ്പിക്സും രാജ്യത്തിനായി നേടിയപ്പോഴും ഒരു സീനിയർ കിരീടം പോലും നേടാനാവാത്ത നിർഭാഗ്യവാനായ ദുരന്ത നായകനെന്ന് അയാളെ മുദ്രകുത്തുമ്പോഴും രാജ്യത്തിനായി 4 ഫൈനലുകളിൽ ബൂട്ട് കെട്ടിയിട്ടും നിരാശയും ഭാഗ്യമില്ലാത്ത അവസ്ഥയും മാത്രമേ അയാളിൽ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ തോൽവിയിലും ഉള്ളുപൊള്ളുന്ന മുറിവുകൾ അയാൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അയാൾ വിജയം തേടിപ്പിടിച്ച പൂർണ്ണനാണ്. മുഴുവനായി കാൽപന്ത് ലോകത്തെ ഇതിഹാസമായി അയാൾ മാറിക്കഴിഞ്ഞു. രാജ്യത്തിനായി 3 കിരീടങ്ങളാണ് അയാൾ പടവെട്ടി നേടിയത്. അയാളിൽ ഉണ്ടായിരുന്ന മുറിവുകൾ ഓരോന്നായി ഉണങ്ങിക്കരിഞ്ഞിരിക്കണം. അതിനാലാവണം തനിക്ക് ഇനിയൊന്നും നേടാനില്ല എന്നും എല്ലാം നേടിക്കഴിഞ്ഞുവെന്നും ലോകത്തോട് പറഞ്ഞത്. നീലയും വെള്ളയും 10-ാം നമ്പറാൽ ചാലിച്ചെഴുതിയ ജേഴ്സിയിൽ അയാളുടെ പേരിനാൽ എഴുതി ചേർത്ത് ഘോഷത്തോടെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ ആ രാത്രി 2022 ഡിസംബർ 18 ആ സമ്പൂർണ്ണ രാത്രിയിൽ ഓർമ്മ നശിച്ചു പോവാത്തോളം കാലം ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ വിജയചിത്രമായി കിടക്കുന്നു. ഈ നൂറ്റാണ്ടിൽ തന്നെയല്ല, വരാൻ പോകുന്ന തലമുറകളിൽ ഏറ്റവും കൂടുതൽ വാഴ്ത്തിപ്പാടാൻ പോകുന്ന നായകൻ അയാളാണ്. സൗന്ദര്യവും ഇതിഹാസവും അത്ഭുതവും ഒത്തിണങ്ങി അയാളുടെ കളിയാട്ട ചരിത്രത്തിന് എന്നും നിറ യൗവനമാണ്. ഇനി എത്ര തലമുറകൾ അയാളുടെ കളിയാട്ടത്തിന്റെ കേളി മികവിന് നെഞ്ചിലേറ്റി കോരിത്തെരിക്കുകയും ഫുട്ബോളിന്റെ മിശിക ഉയർത്തെഴുന്നേറ്റ കളിശൈലി കണ്ട് അമ്പരക്കുകയും അവിശ്വസനീയമായ അയാളുടെ നേട്ടത്തെയും മികവാർന്ന പ്രകടനങ്ങളെയും ആരാധന പാത്രമാക്കി മാറ്റുകയും ചെയ്യും. കാലമേറെ കഴിയുമ്പോൾ, ഇനിയും വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഉയർന്നു വരുന്ന യുവനിരകൾ ഇങ്ങനെ ഒരു ഇതിഹാസം ഈ കാലഘട്ടത്തിൽ കളിച്ചിരുന്നെങ്കിൽ എന്ന് അവർ പരസ്പരം പറയും. അവരുടെ ഹൃദയ പുസ്തകങ്ങളിൽ എഴുതി വെക്കും അയാളെക്കുറിച്ച്. ഹൃദയത്തിൽ ഇടം പിടിച്ചുപോയ പ്രിയപ്പെട്ട നായകനെ കുറിച്ച് പറയാനോ വർണ്ണിക്കാനോ ഈ വരികൾക്കും വാക്കുകൾക്കും കൊണ്ടാകില്ല. അതിലേറെ മഹത്വത്തിൽ മെസ്സി എന്ന മിശിക ആകാശം പോലെ വിരിഞ്ഞു കിടക്കുന്നു. ഇന്ന് കുട്ടികളുടെ പാഠപുസ്തകങ്ങളിൽ അയാളുടെ കഥയും ചരിത്രവും വന്നിട്ടുള്ളതിൽ ഒന്നും അത്ഭുതപ്പെടാനില്ല. കാരണം അങ്ങനെ വരാൻ അയാളുടെ ജീവിതത്തോടുള്ള പോരാട്ടം തന്നെയാണ് കാരണം. ഫ്രാൻസിന്റെ സാക്ഷാൽ സിനദിൻ സിദാനോട് മെസ്സിയെക്കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ മാജിക് എന്ന ഒറ്റ വാക്കോടെ പൂർണ്ണമായി മെസ്സിയെ സിദാൻ വിവരിച്ചു നൽകി. അതാണ് അയാൾ. ലോകത്തിന്റെ പുഞ്ചിരി ചുണ്ടിൽ നിറച്ച നായകനാണ് ലയണൽ ആന്ദ്രാസ് മെസ്സി. റൊസാരിയോയിൽ ഒരു ബാലൻ തനിക്ക് വളർച്ച മുരടിച്ച രോഗമാണെന്ന് അറിഞ്ഞെടുത്തു നിന്നും തകർന്നു പോയ തന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രമിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ ലഹരി പോലെ കളി കാണാൻ പ്രേരിപ്പിക്കുന്ന മെസ്സി എന്ന ഇതിഹാസ പുരുഷൻ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ വിധിയോട് അയാൾ മല്ലിട്ടത് കൊണ്ടല്ലേ ലോക ഫുട്ബോളിന്റെ തലപ്പത്തേക്ക് അയാൾ നടന്നു കയറിയത്. അയാളുടെ ജീവിതം തോറ്റുപോയവർക്ക് വിലമതിക്കുന്ന ഒരു മോട്ടിവേഷനാണ്. ലയണൽ ആന്ദ്രാസ് മെസ്സി എന്നും എപ്പോഴും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു.